ആദമംഗലത്തെ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന കവർച്ച. പ്രതികളിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് മോഷ്ടാവും തൊണ്ടി മുതൽ വിൽക്കാൻ സഹായിച്ചയാളും. പയ്യന്നൂർ മാതമംഗലം പാണപ്പുഴ റോഡിലെ മാത്തുവയലിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന കവർച്ച നടത്തിയ സംഭവത്തിൽ പ്രതികളായ 2 പേർ അറസ്റ്റിൽ. പാലക്കാട് സ്വദേശിയും കാസർഗോഡ് അർലങ്ങാട്ടെ താമസക്കാരനുമായ അബ്ദുൾ ലത്തീഫ്, തൊണ്ടി മുതൽ വിൽക്കാൻ സഹായിച്ച കാജ ഹുസൈൻ എന്നിവരാണ് കാസർഗോഡ് നിന്നും പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡിന്റെ പിടിയിലായത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ജൂൺ 19 പുലർച്ചെ 3 മാത്തുവയലിലെ റിട്ടയർഡ് SBI ഉദ്യോഗസ്ഥൻ ജയപ്രസാദ് ദീപ ദമ്പതിമാരുടെ വീട് കുത്തിത്തുറന്ന് 20 പവനോളം സ്വർണ്ണാഭരണങ്ങളും 2.5 ലക്ഷത്തോളം വിലമതിക്കുന്ന വജ്രാഭരണങ്ങളും കവർച്ച ചെയ്ത സംഭവത്തിലെ പ്രതികളെയാണ് 40 ദിവസം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ക്രൈം സ്ക്വാഡ് പിടികൂടിയത്. മോഷണത്തിലെ കൂട്ടാളിയെ കൂടി പിടികൂടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ജയപ്രസാദിന്റെ ഭാര്യ ദീപ ആയുർവേദ ചികിത്സയ്ക്കായി തളിപ്പറമ്പിന് സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നതിനാൽ ഇരുവരും വീട്ടിലുണ്ടായിരുന്നില്ല. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മുറികളിലെ 4 അലിമാരകളിൽ നിന്നും സൂക്ഷിച്ചിരുന്ന 16 ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങൾ സംഘം കവർന്നത്. അന്ന് തന്നെ ഡിവൈഎസ്പി കവർച്ചയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. 500ഓളം CCTVയുടെ പരിശോധനകളിലൂടെ മോഷ്ടാവ് ടോർച്ചുമായി വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചു. കൂടാതെ ഇരുചക്രവാഹനത്തിലെത്തിയ 2 പേരാണ് കവർച്ച നടത്തിയതെന്നും കണ്ടെത്തി. കവർച്ച നടത്താനായി മോഷ്ടാക്കൾ എത്തിയത് മലപ്പുറം എടപ്പാളിൽ നിന്നും. മോഷ്ടിച്ച സ്കൂട്ടറിന്റെ നമ്പർ മാറ്റിയാണെന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നും ഈ സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. മോഷണം മുതൽ വിൽക്കാൻ ശ്രമിച്ചയാളെ പിടികൂടിയതിലൂടെയാണ് മോഷ്ടാവിൽ ഒരുവനെയും പിടികൂടാൻ കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക് കേരള മീഡിയ. സമ്മാന പെരുമഴ സീസൺ 2 2024 വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.